മലപ്പുറത്ത് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിക്ക് ഇപ്പോഴും ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ ഭയമാണ്. തനിക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടും ഒരാൾ പോലും സഹായത്തിനെത്തിയില്ല. പീഡന വിവരം അറിയിച്ചിട്ടും ബസ് ജീവനക്കാർ യാതൊരു നടപടിയും എടുത്തില്ല. ആക്രമിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയത് ബസ് ജീവനക്കാരെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന ബസ്സിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥിനിക്ക് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ ബസ് ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ അതിക്രമം കാട്ടിയ ആളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം. വളാഞ്ചേരി കാവുംപുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത്. കോളേജിലേക്കുള്ള യാത്രാമധ്യേ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നാണ് പരാതി. പീഡന വിവരം അറിയിച്ചിട്ടും ബസ് ജീവനക്കാർ നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസിന് കൈമാറിയില്ലെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇയാൾ വീണ്ടും സോറി അറിയാൻ തുടങ്ങി. അങ്ങനെ കണ്ടക്ടർ വന്നിട്ട് ഇയാളെ ബസ്സിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ കണ്ടക്ടർ വന്നിട്ട് ചോദിച്ച്, ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, തോന്നിയപ്പോഴാണല്ലോ ഞാൻ അയാളോട് നേരിട്ട് റിയാക്ട് ചെയ്ത്. കണ്ടക്ടറോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ റിയാക്ട് ചെയ്തപ്പോഴും നിങ്ങളെല്ലാവരും നോക്കി നിൽക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. കണ്ടക്ടർ മൂന്നിലൊരാൾ, ഇപ്പോൾ ക്ലീനർ ഉണ്ടാവും, കണ്ടക്ടർ ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും, മൂന്നിലൊരാൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ബസ് ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നുമാണ് ആരോപണ വിധേയൻ പറഞ്ഞത്. ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു. കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ഇയാൾ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ പറയുകയായിരുന്നു. സമയമില്ലെന്ന് പറഞ്ഞു തന്നെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു പോയെന്നും പെൺകുട്ടി ആരോപിക്കുന്നു. ക്ലാസ്സിൽ ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് വിവരം തിരക്കിയ അധ്യാപകരാണ് സംഭവം വീട്ടുകാരെ അറിയിച്ചത്. പിന്നെ ഞാൻ കോളേജിൻ്റെ ടൈമായപ്പോൾ കോളേജിലേക്ക് പോവുകയും അവിടുന്ന് എനിക്ക് തല കറങ്ങി വീഴുകയും BP കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ കൂടെ എനിക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വഴിക്കാണ് നീങ്ങിയത്. വീട്ടുകാർ ഇടപെട്ടതോടെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയത്. അതേസമയം ബസ്സിൽ വെച്ച് പരാതിയുള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നതെന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം. News 18 തിരൂർ.